മഹാത്മജിയുടെ 78ാമത് രക്തസാക്ഷിത്വ വാരാചരണത്തിന് വൈക്കത്ത് തുടക്കം. സംസ്ഥാന പുരാരേഖാ വകുപ്പും വൈക്കം നഗരസഭയും സംയുക്തമായാണ് രക്തസാക്ഷിത്വ വാരാചരണം സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 6 വരെയാണ് എക്സിബിഷൻ നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വൈക്കം MLA ശ്രീമതി CK ആശ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. വൈക്കത്തിന് വേണ്ടി അനുവദിക്കുമ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കുറച്ച് ഫണ്ടുണ്ട്. മുനിസിപ്പാലിറ്റി അതിന് ഈ കെട്ടിടത്തിൻ്റെയും ഒരു ഭാഗം കൂടി വിട്ടുതന്നതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്തരത്തിലൊരു മ്യൂസിയം ഇവിടെ തയ്യാറാക്കാൻ സാധിച്ചത്. ആ മ്യൂസിയത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ നാൾവഴികളാണ്, ആ നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു അറ്റം മുതൽ ഈ സത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും സന്ദർശിച്ചിറങ്ങുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏടുകളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഗാന്ധിജി എന്ന മഹാനായ ഒരു മാതൃകാ പുരുഷൻ്റെ അല്ലെങ്കിൽ പുരുഷോത്തമൻ്റെ അറിവുകൾ കൂടി ഉണ്ടാകുന്ന തരത്തിലാണ് ഈ മ്യൂസിയം നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരുന്നത്. നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ദുൽ സലാം റാവുത്തർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചരിത്ര സംഭവങ്ങൾ താഴെത്തട്ടിലുള്ള ആളുകളുടെ ഇടയിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മറ്റ് മേഖലകളിൽ കൂടുതൽ ഉത്തേജനം നൽകുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ബഹുമാന്യ പുരാരേഖാ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് S പാർവതി സ്വാഗതം ആശംസിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും മ്യൂസിയം സൗഹൃദവേദി അംഗങ്ങളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 6 വരെ നടക്കുന്ന എക്സിബിഷന് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന പപ്പറ്റ് ഷോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഹൃദ്യമായി. വൈകിട്ട് അൻവർ അലിയുടെ ഗാന്ധി തുടർമാല ദൃശ്യാവിഷ്കാരം നടക്കും. ഫെബ്രുവരി 6-നാണ് രക്തസാക്ഷിത്വ വാരാചരണത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിഷൻ ന്യൂസ്, വൈക്കം.